എനിക്ക് തോന്നുന്നു നിലവിൽ 5 മണി വരെ ആയിരിക്കും ഒരുപക്ഷെ തിരച്ചിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അതിന് പ്രധാന കാരണം 5 മണിക്ക് ഇന്നത്തെ തിരച്ചിലിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് വിവരങ്ങൾ നൽകാമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MLA സതീഷ് കൃഷ്ണസൈലും അതിനുശേഷം കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്നത്തെ തിരച്ചിൽ അധികം നേരത്തേക്ക് നീണ്ടുപോകാൻ സാധ്യതയില്ല. അതുപോലെ പക്ഷേ അതിനൊരു പ്രധാന കാരണം ഒരുപക്ഷെ ഈ പുഴയിലെ അടിയൊഴുക്ക് തന്നെയായിരിക്കും. വല്ലാത്ത അടിയൊഴുക്കാണ് പുഴയിലുള്ളത്. നേരത്തെ നേവിയുടെ ഔദ്യോഗിക റിലീസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 5 മുതൽ 6 വരെ നോട്ട് ശക്തിയിലൊക്കെയാണ് ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നേവി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം, എഞ്ചിൻ ഓഫ് ചെയ്ത് ഈ ഡിങ്കി ബോട്ട് അവിടെ നിർത്തുമ്പോൾ അത് തന്നെ അങ്ങ് മാറി വളരെ വേഗത്തിൽ അങ്ങ് മാറിപ്പോകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ഡിങ്കി ബോട്ട് ഈ നമ്മൾ കണ്ടെത്തിയ ആ സിഗ്നൽ ലഭിച്ച അല്ലെങ്കിൽ ആ ലോറിക്ക് മുകളിൽ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ ഒരു കാര്യമെടുത്താൽ കാലാവസ്ഥ പൊതുവിൽ അനുകൂലമായിരുന്നു എന്ന് നമുക്ക് പറയാം. രാവിലെ ഒരു 10 മണി വരെയൊക്കെ കനത്ത മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 4 മണിയായാലും 10 മുതൽ 4 മണി വരെ മഴ പെയ്തിട്ടില്ല, ശക്തമായൊരു മഴ പെയ്തിട്ടില്ല. അത് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൂടുതൽ പോകാൻ ആകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രധാന ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മൾ ഡ്രോൺ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ കണ്ടെത്തിയ ആ ലൊക്കേഷൻ ഒന്നുകൂടി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ ഡ്രോൺ സംവിധാനം കൊണ്ടുവന്ന സംഘത്തിലെ 2 പേർക്ക് ലോറിക്കടിയിൽ അടുത്തേക്ക് എത്താനായി എന്നുള്ള വിവരം കൂടി ആ സംഘത്തിൽ നിന്ന് നമുക്ക് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാന കാര്യം. പക്ഷെ അവർക്ക് ക്യാബിൻ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു 3 ഭാഗങ്ങളായിട്ടൊക്കെയാണ് ഈ ലോറി കിടക്കുന്നത് എന്നുള്ള വിവരം സൈന്യത്തിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അതായത് അതിനൊരു പ്രധാന കാര്യമുണ്ട്. ആദ്യം നമ്മൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്ന ഒരു നിഗമനം എന്നുള്ളത് ലോറി തടിയോടുകൂടി തന്നെ മണ്ണിൽ പൂണ്ടുപോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ മാറി ഗംഗൈകൊള്ള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ആ അഴിമുഖത്തോട് ചേർന്ന ഒരു പ്രദേശത്ത് നിന്ന് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ ലഭിച്ചിരുന്നു. ആ തടികൾ ആ ലോറിയിൽ അർജുൻ ഡ്രൈവ് ചെയ്തിരുന്ന ആ ലോറിയിൽ തന്നെയാണ് ഉണ്ടായിരുന്ന തടികൾ എന്ന് തന്നെയാണെന്ന് ലോറി ഉടമ മനാഫും സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ലോറിയിൽ നിന്ന് തടികൾ പോകാൻ തന്നെയാണ്, കെട്ടഴിഞ്ഞു പോകാൻ തന്നെയാണ് സാധ്യത. അതിനൊരു പ്രധാന കാരണം ഒരുപക്ഷെ ഈ കുത്തൊഴുക്ക് തന്നെയാകും. ഏതായാലും അതുപോലെ എഞ്ചിനും ചേസിസും തമ്മിൽ വിട്ടുപോകാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ആർമിക്ക് ഈ പരിശോധനയിലൊക്കെ ഒരു 3 സിഗ്നൽ കിട്ടിയെന്നൊക്കെ പറയുന്നത്. ഏതായാലും ഇത്രയും ഡെവലപ്മെന്റാണ് ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഈ വൈകിട്ട് വരെ ഉണ്ടായത്. ആർമി ഒരു കാര്യം കൂടി ചെയ്തിരുന്നു, ആർമി നേവിയൊക്കെ കൂടി. അതായത് ഈ കുത്തൊഴുക്കിനെ ഈ 20 മീറ്റർ പരിധിയിൽ ആ കുത്തൊഴുക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് ചാലുകൾ കീറി, അതായത് നമ്മൾ ഇന്നലെ കണ്ടു ഒരു കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നു കണ്ടു, അതുപോലെ ഒരെണ്ണം കൂടി കൊണ്ടുവന്ന് ഇരുവശത്തു നിന്നും ചാലുകൾ കീറി ഒഴുക്കിൻ്റെ ഗതി മാറ്റിവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് വിജയം കണ്ടില്ല എന്നല്ല, പരിപൂർണമായി വിജയം കാണാൻ സാധിച്ചില്ല. ഒരു പരിധിവരേക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഈ നദിയുടെ അടിത്തട്ടിൽ വലിയ ഒഴുക്ക് തുടരുന്നത് വല്ലാത്ത പ്രതിസന്ധി ഈ വെള്ളത്തിനടിയിലെ ഓപ്പറേഷനിൽ ഉണ്ടാകുന്നുണ്ട്. നാവികസേനയിലെ ഉദ്യോഗസ്ഥർക്ക് നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർക്ക് ഇതെല്ലാം പരിചയമുള്ളതാണെങ്കിൽ പോലും അവർക്ക് വിസിബിലിറ്റി ഉണ്ടാവാത്ത ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ഒഴുക്ക് വല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത്രയും കലിതുള്ളി ഒഴുകുകയാണ് ഗംഗാവലി പുഴ. അതിനാൽ ഈ നദിയുടെ അടിത്തട്ടിലെ ഈ ഓപ്പറേഷന് അത് വല്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും നമുക്കൊരു പ്രയോജനമായിട്ടുള്ള ഒരു കാര്യം ഈ ഡ്രോൺ അധിഷ്ഠിതമായിട്ട് കൊണ്ടുവന്ന സംവിധാനം അത് കൃത്യമായി പ്രവർത്തിച്ചു. അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ലഭിച്ചു എന്നുള്ളതാണ്. ഒപ്പമുണ്ടല്ലോ, കാരണം ഇപ്പോൾ ശ്രീധരൻ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ, വല്ലാത്ത കുത്തൊഴുക്ക്, അതിൻ്റെ ഗതി മാറ്റാനുള്ള ശ്രമങ്ങളും വേണ്ടത്ര വിജയിച്ചില്ല. അപ്പോൾ പൂർണ്ണമായും കാലാവസ്ഥ അനുകൂലമായി മാറാതെ ഇതിനടിയിലേക്ക് കൃത്യമായി ഇറങ്ങി തിരിച്ച് കണ്ടെത്താൻ കഴിഞ്ഞാൽ തിരിച്ചു കയറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ ഈ 5 മണിക്കുള്ള ബ്രീഫിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ ദൗത്യം ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് ഒരു കൃത്യമായ കാര്യം
സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുക കൂടിയായിരിക്കും അല്ലേ? അത് തന്നെയാണ് സാധ്യത ദിവിഷ. കാരണം കളക്ടർ 5 മണിക്ക് കാണും, 6 മണിക്ക് MLA കാണാം. ഇങ്ങനെയാണ് 2 വിവരങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇന്നത്തെ വിവരങ്ങൾ, ഇന്ന് കണ്ടെത്തിയ വിവരങ്ങൾ, ഇന്ന് ഈ പുതിയ ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ശ്രമങ്ങൾ, അതിലെ കൃത്യമായ മാപ്പിംഗ്, ആ ലോറിയുടെ പൊസിഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഇത് എല്ലാം പരിഗണിച്ചുകൊണ്ട് എങ്ങനെ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കണം ഇനിയുള്ള നേരത്ത് പറയാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്ന കാര്യം. അത് പറയുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തിരച്ചിൽ ഒറ്റ ബോട്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്നത്. ബാക്കിയുള്ളത് തിരിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരം. അത് കൂടാതെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടിയൊഴുക്കിൻ്റെ കാര്യം തന്നെയാണ്. അത് കാലാവസ്ഥ ഇവിടെ ഇന്ന് മഴ പെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ മേഖലയിൽ, ഈ സമീപസ്ഥമായ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ എവിടെ മഴ പെയ്താലും അത് നമ്മെ ബാധിക്കുന്ന ഈ ഗംഗാവല്ലി പുഴയെ ബാധിക്കുന്ന ഒന്നായി അത് മാറും എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. കാരണം ഒരുപാട് നദികൾ വന്ന് സംഗമിക്കുന്ന ഒന്നാണ് ഗംഗാവല്ലി പുഴ. അതുകൊണ്ട് തന്നെ അതിലെ കുത്തൊഴുക്കും അതിൻ്റെ കലങ്ങി വരുന്ന വെള്ളവും വിസിബിലിറ്റി 0 എന്ന് പറയുന്നത് ഇന്നുണ്ടായതല്ല, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 5-10 ദിവസമായി ഉള്ളതല്ല. കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലധികമായി ഈ മേഖലയിലെ മുഴുവൻ നദികളും കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ ചെന്നാലും ഒന്നും കാണാനാവില്ല. ക്യാബിനുള്ളിൽ എന്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണവും അതാണ്. കാരണം അത്തരത്തിൽ ക്യാബിൻ്റെ ഉള്ളിലെന്ത് എന്ന് കാണാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഒഴുക്ക് മാത്രമല്ല ചെളിയും കെട്ടിക്കിടക്കുന്നു. ഈ പറയുന്നത് 45 അടിയെങ്കിലും താഴെയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അത്രയും ചേറും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുമ്പോൾ 0 വിസിബിലിറ്റിയുടെ പ്രധാന പ്രശ്നവും അവിടെ തന്നെയാണ്. ഒന്നും കാണാനാവില്ല. വെള്ളത്തിനടിയിൽ പോയാൽ, ഈ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണാനാവില്ല എന്നുള്ളൊരു അവസ്ഥയുള്ളത് ഉണ്ടാക്കുന്ന വലിയ കുഴപ്പങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ജില്ലാ കളക്ടർ എത്തി കാണും. അത് എങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരുക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് എത്രത്തോളം അന്വേഷണം, എത്രത്തോളം തെരച്ചിൽ നടത്താനാവുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. 8 മണി വരെ ഇന്ന് മഴ സാധ്യതകളാണെങ്കിൽ നാളെ മുതൽ അങ്ങോട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ വരെ. നേരത്തെ വ്യാഴാഴ്ച വരെ മഴയെന്നായിരുന്നെങ്കിൽ ആ വെതർ റിപ്പോർട്ടിൽ ഒരു ചെറിയ മാറ്റമുള്ളത്. അടുത്ത 3-4 ദിവസം മേഘാവൃതമായിരിക്കും, പക്ഷെ അത്ര മഴയുണ്ടാകില്ല എന്നൊരു പ്രവചനമാണുള്ളത്. നമുക്കറിയില്ല ഇപ്പം എങ്ങനെ സംഭവിക്കാൻ പോകുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ മാത്രമേ മഴ കാര്യമായിട്ടൊന്ന് മാറി നിന്നേയും ഈ കലങ്ങി ഒഴുകുന്ന പുഴ ഒന്ന് മാറുന്ന സാഹചര്യം വേണം സത്യത്തിൽ ഇവരുടെ ഈ പരിശോധന കുറച്ചുകൂടി വിജയകരമാവണമെങ്കിൽ, അല്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്നതിനപ്പുറത്ത് ഈ പ്രദേശത്തിൽ എവിടെ മഴ പെയ്താലും ആ വെള്ളം ഇവിടെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. അത് ഈ ഗംഗാവല്ലി പുഴയുടെ പ്രശ്നം മാത്രമല്ല, ഗംഗാവല്ലി പുഴയുടെ ഈ പ്രദേശത്തെ മഴയ്ക്ക് അപ്പുറത്ത് മറ്റ് എവിടെ വന്ന് മഴ പെയ്തു വന്നാലും ആ വെള്ളം ഒലിച്ചെത്തുന്നത് ഈ പ്രദേശത്തൊക്കെയാണ്. ഇവിടെ നിന്ന് തെല്ല് പോയാൽ അറബിക്കടലായി. ആ അറബിക്കടലിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ അവിടേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇത് നമ്മൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വരുന്നത്. ഈ ഓരോ നിമിഷവും ഇതിനെ ബുദ്ധിമുട്ടേറിയതാക്കുന്നതും അതുതന്നെയാണ്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒഴുക്ക് ദിവിഷ അല്പസമയത്തിനകം കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. കാര്യങ്ങൾ ജില്ലാ കളക്ടർ എത്തുന്നു. ഞാൻ ശ്രീധറിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ഉറപ്പായിട്ടും അവിടെ ജില്ലാ കളക്ടർ വരുന്നുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ സമയം 4:15. കാലാവസ്ഥ ഇതുവരെയും അത്ര അനുകൂലമൊന്നും ആയിരുന്നില്ല. രാവിലെ മഴ പെയ്തിരുന്നു, പിന്നെ കുറച്ചൊന്നും മാറി നിന്നെങ്കിലും അങ്ങനെ എളുപ്പത്തിൽ
ഈ അല്ലെങ്കിൽ പരിശോധനയിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. 2 തവണ ഈ വാഹനത്തിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞെങ്കിലും ക്യാബിൻ കൃത്യമായി എവിടെയെന്ന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ പ്രശ്നമാണ്. പിന്നെ വാഹനം പല രീതിയിൽ വേർപെട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിലെ കുറച്ച് തടിക്കഷ്ണങ്ങളാണ് ഒരു 8 കിലോമീറ്ററെങ്കിലും അപ്പുറത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് 5 മണിയോടുകൂടി സൈന്യത്തിൻ്റെ പ്രത്യേക സംഘത്തിൻ്റെ ഒരു ബ്രീഫിംഗ് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കളക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷേ കളക്ടറിൻ്റെ പ്രതികരണം വന്നേക്കാം.